വീട്ടിൽ ഫിഷിനെ കീപ്പ് ചെയ്യാന്ന് പറയുന്നത് നമുക്കൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു പരിപാടിയാണല്ലേ. അത് നല്ല ഹാപ്പിയാണ് നമ്മളൊക്കെ അല്ലേ. പക്ഷെ അതേ സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഫിഷ് ഹാപ്പിയാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബിഗിനേഴ്സ് കുറെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കുറെ പേർക്ക് അറിയത്തുണ്ടാവില്ല. അപ്പൊ നമ്മുടെ ടാങ്കിൽ നമ്മുടെ ഫിഷ് നല്ല ഹാപ്പി ആണെങ്കിൽ അതിന്റെ പെർഫെക്റ്റ് കളറിൽ അതുണ്ടാവും. അതായത് ആ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെയാണ് മേടിക്കുന്നതെങ്കിൽ കളർ ഡള്ളായിട്ട് തന്നെ ആയിരിക്കും കിട്ടുക. പക്ഷെ അതേ സമയത്ത് നമ്മൾ മേടിച്ചു കൊണ്ടിട്ട് നമ്മുടെ ടാങ്കിൽ ഇത് ഹാപ്പിയാണെങ്കിൽ നല്ല രീതിക്ക് കളർ കയറി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, ഹാപ്പി ആണെങ്കിൽ. അപ്പൊ എന്റെ ഒരു സജഷനിൽ നമ്മുടെ ടാങ്കിൽ നമ്മൾ ഫിഷിനെ ഏറ്റവും ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്, നമ്മൾ ഷ്രിംസിനെയാണ് കൂടുതലായിട്ടും വളർത്തണേ. ഇനി അതല്ല, നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പോലെ ഓസ്കാറോ എന്ത് ഫിഷിനെ കീപ്പ് ചെയ്യാനാണ് പ്ലാനെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് അത്യാവശ്യം പ്ലാന്റ്സ് കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ ടൈപ്പ് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഫിഷിനെ ആഡ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും താല്പര്യം. അതേപോലെ തന്നെ ടാങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10-20 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഫിഷിനെ ആഡ് ചെയ്യലും ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അത് പിന്നെ അർജന്റൊക്കെ വരുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഇടും. എന്നാലും മാക്സിമം നമ്മുടെ ടാങ്കിൽ ആ ഒരു നാച്ചുറൽ അറ്റ്മോസ്ഫിയർ, നാച്ചുറൽ കണ്ടീഷൻസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഫിഷിനെ ഇടുകയാണെങ്കിൽ ഫിഷ് നല്ല ഹാപ്പി ആയിരിക്കും, നല്ല ആക്റ്റീവ് ആയിരിക്കും. ഇതൊരു ബ്രീഡിംഗ് പർപ്പസ്, നമ്മൾ ഷ്രിമ്പിനൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്രീഡിംഗ് പർപ്പസ് ആണ് കൂടുതലായിട്ട്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന ഫുഡിന് പുറമെ ടാങ്കിൽ നിന്ന് തന്നെ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം പ്ലാന്റ്സ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യും, ഡെഡ് ആയിട്ടുള്ള ലീവ്സ് ആഡ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവർക്ക് അതിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ എന്താണ്, ഫിഷ് കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരിക്കും, നല്ല രീതിക്ക് റിസൾട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ സെയിൽ പർപ്പസ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനും നമുക്ക് പറ്റും കേട്ടോ.